1980 സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്തുപോയ ചിലർ പുതിയ സംഘടന ഉണ്ടാക്കി സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് 100ാം വാർഷികം എന്ന പേരിൽ നടത്തപ്പെടുന്ന പരിപാടികളുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കോ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ പോഷക സംഘടനകൾക്കോ യാതൊരു ബന്ധവുമില്ല. ആര് വന്നാലും നമ്മൾ സ്വീകരിക്കും. പല സംഘടനകളുണ്ടല്ലോ. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമുണ്ട്. ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ ആശയത്തിലേക്ക് വന്നാൽ അവർ ഞങ്ങൾ സ്വീകരിക്കും. 2026 ജനുവരി നടക്കുന്ന 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നടത്തുന്നത്. അതിൽ 1,00,000 ആളുകൾ പങ്കെടുക്കും. അന്ന് തന്നെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടി കർണാടകയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും. കർണാടക സംസ്ഥാനത്തെ 1500 വിക്കായ വളണ്ടിയർമാർ സമർപ്പണവും അന്ന് ആ ദിവസത്തിൽ നടത്തപ്പെടും. 2 വർഷത്തിൽ നിൽക്കുന്ന വൈവിധ്യമായ പല പരിപാടികളാണ് 100ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളും സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിനെല്ലാം പുറമെ 1980 സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്തുപോയ ചിലർ പുതിയ സംഘടന ഉണ്ടാക്കി സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് 100ാം വാർഷികം എന്ന പേരിൽ നടത്തപ്പെടുന്ന പരിപാടികളുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കോ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ പോഷക സംഘടനകൾക്കോ യാതൊരു ബന്ധവുമില്ല. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ പോഷക സംഘടനകളും സമസ്തനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായ എല്ലാവരും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിലൊന്നും വഞ്ചിതരാകരുതെന്നും കൂടി പ്രത്യേകം ഈ യോഗം എല്ലാവരും ഉണർത്തുകയാണ്. വിഭാഗം പരിപാടികൾ നടത്തുന്നുണ്ട്. ഞങ്ങൾക്കൊരു ബന്ധുവില്ല. വിരോധമില്ല. വിരോധം എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ട് വിരോധം ഉണ്ടാവുമല്ലോ. ഞങ്ങളല്ല നടത്തേണ്ടവര്. ഇനി വേറെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് വിരോധം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ സ്വന്തം ഇന്ത്യയിൽ ആർക്കും എന്തും നടത്താറ്. അതുകൊണ്ടാണല്ലോ ബന്ധമില്ല എന്ന് പറഞ്ഞത്. അതൊന്നും ഇപ്പൊ നടന്നില്ല. അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ ഒന്നിച്ച് നടത്താതെ വേറെ സംഗതി. അത് ഇപ്പോഴുള്ളതല്ലല്ലോ. കഴിഞ്ഞ ദിവസം അതിന്റെ അർത്ഥം പറയുന്നതൊക്കെ ഞങ്ങൾ മടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി മതസംഘടനയിലേക്ക് മടങ്ങി വരാൻ സന്നദ്ധരാണ്. അതിന്റെ അങ്ങനെ വരട്ടെ. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യണം. യാഥാർത്ഥ്യമാകുമോ അങ്ങനെയാണെങ്കിൽ? അല്ല, അതങ്ങനെ അത് വലിയ സംഭവമല്ലേ. അത് ഞങ്ങൾ യാഥാർത്ഥ്യമാണെങ്കിൽ നമുക്കൊന്നും എതിരുള്ളത്. കാരണം അതിന്റെ എല്ലാവിധ ഇതും പാലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ നമുക്ക് സുന്യയിക്കാൻ സാധ്യമാവുമല്ലോ. സ്വാഗതം. എങ്ങനെ കാന്തപുരത്തിന്റെ ആ സന്ദർശനം പോസിറ്റീവായി എടുത്തൊരു ഐക്യ നീക്കത്തിലേക്കോ അല്ലെങ്കിൽ ഈ 100ാം വാർഷിക സമയത്ത് അത്തരമൊരു നീക്കത്തിനൊന്നും സാധ്യതയില്ല ഇതിലെ? അല്ല, അത് സാധ്യത ഒന്നും തള്ളിക്കളയാൻ പറ്റൂലല്ലോ. അതിന് ശ്രമിക്കാം. നമുക്ക് എല്ലാവരും ശ്രമിക്കട്ടെ. അല്ല, ഉസ്താദിന്റെ കഥ സംബന്ധിച്ച് തന്നെ വിമർശിച്ചിരുന്നു. അങ്ങനെ വിമർശിക്കേണ്ടതുണ്ടോ അതിന്? അല്ല, അതിന് ആർക്കും അവിടെ വരാലോ. അതിനെന്തിനു വിമർശിക്കരുത്? ഞങ്ങൾ വിമർശിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആരും അവിടെ എല്ലാവർക്കും വരാൻ പറ്റുന്നതാണ്. അവിടെ ഈ ഉസ്താദിന്റെ ഖബർ, പരക്കൽ മുല്ലക്കോയത്തങ്ങളെ ഖബർ, അവരെ പാപ്പാന്റെ ഖബർ, വലിയ മഹാന്മാർക്കുള്ള ഖബറുകളൊക്കെ ഉണ്ട്. അവിടെ വന്ന് സന്ദർശിക്കുക. എല്ലാവർക്കും എപ്പോഴും ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ തടുക്കൂല സന്ദർശിക്കാൻ വരുന്നവർ. സമസ്ത ഒരു വിലങ്ങും ആർക്കും ഏർപ്പെടുത്തിയിട്ടില്ല. എങ്ങനെ? അത് മൂപ്പരോടാണ് ചോദിക്കേണ്ടത്. ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അത് തെറ്റാണോ അല്ലെന്നുള്ളത് മൂപ്പരോട് ചോദിക്കാം. അല്ല, അതല്ല. ഇപ്പൊ നേരെ സിയാർത്ത് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം പഴയ നിലപാട് ശരിയല്ല എന്നുള്ളതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ അല്ലെന്നുള്ളത് അയാളോട് ചോദിക്കാം. തെറ്റുതിരുത്തി അവര് ഐക്യത്തിന് തയ്യാറായി ആര് വന്നാലും നമ്മൾ സ്വീകരിക്കും. പല സംഘടനകളുണ്ടല്ലോ. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമുണ്ട്. ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ ആശയത്തിലേക്ക് വന്നാൽ അവർ ഞങ്ങൾ സ്വീകരിക്കും. ഇവിടെ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുണ്ട്, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുണ്ട്. എല്ലാവരും നമ്മൾ സ്വീകരിക്കും. പക്ഷെ അതിന് ഉപാധികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.